കാരണം അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ചുള്ള ഒരു മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു ആ നാടകം അതോടുകൂടി അവസാനിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അത് നമ്മൾ ഇപ്പൊ ചിലർ പറയുന്നതായിട്ട് അങ്ങനെ നിവേദനം കിട്ടി അപ്പം അങ്ങോട്ട് വിട്ടു. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോ ആര് നിവേദനം നൽകിയാലും അപ്പം മാർക്ക് ചെയ്യും. കാരണം നിങ്ങളിപ്പോൾ നിവേദനം വന്നു, നാളെ വേറൊരാൾ നിവേദനം പോകുന്നു, ആര് നിവേദനം നൽകിയാലും നേരെ മാർക്ക് ചെയ്യും. അല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഈ നിവേദനത്തിന് എന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാർക്ക് ചെയ്യും ഏതാണെങ്കിലും. ഇവിടെ അത്ര യോഗങ്ങളൊന്നും വിളിച്ചിട്ടില്ല എന്ന കാര്യം ബന്ധപ്പെട്ട മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്കറിയില്ല അതിന്റെ ഡീറ്റെയിൽസ്. ഞാൻ പറയുന്നത് പല യോഗങ്ങളും ചേരേണ്ടി വരുന്നു പല കാര്യങ്ങൾക്കകത്തും. അപ്പൊ ഏതാണ് ഏത് സമയത്താണ് എന്നുള്ളതെല്ലാം അത് പരിശോധിച്ചിട്ട് ഒരു കാര്യം വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, പുതിയ നയം സംബന്ധിച്ച് ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. ഇതിപ്പോ കുറച്ച് നാളുകൾ ഇപ്പോ IT പാർക്കുകളിൽ അത് കഴിഞ്ഞ മുമ്പത്തേൽ പ്രഖ്യാപിച്ച കാര്യമല്ലേ, പുതിയ കാര്യമല്ലാണോ? ബജറ്റ് പ്രഖ്യാപിച്ച് ബജറ്റ് അംഗീകരിച്ചതല്ലേ, അതിന്റെ തുടർച്ചയിൽ ചട്ടങ്ങൾ നിയമസഭാ സമിതി അംഗീകരിച്ചതല്ലേ. അപ്പൊ അതെല്ലാം നിയമം വന്നു, പ്രഖ്യാപനം വന്നു, ചട്ടവും വന്നു കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അപ്പൊ ഇതെല്ലാം തന്നെ നല്ല വ്യക്തതയോടുകൂടി തന്നെ ബന്ധപ്പെട്ട ആളുകൾ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം എപ്പോഴും ആവശ്യപ്പെടുന്നതല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആയത്തിൽ ആവേശം ഇപ്പൊ കാണുന്നില്ലല്ലോ.